ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്നി ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർക്കോളിൻ്റെ സോപ്പാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ പൗഡർ വെച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ചാർക്കോളിൻ്റെ ബേസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വെള്ളം നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ പാത്രത്തിൽ അങ്ങനെയാണ് കേട്ടോ, ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സോപ്പൊന്ന് കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കുന്ന സാധനങ്ങളാണ്. റോസ് വാട്ടർ നമ്മൾ ചേർക്കുന്നുണ്ട്, കുറച്ച്, ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ച്. അത് ആ പൗഡർ ഡയറക്റ്റായിട്ട് ചേർക്കാണ്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ ചേർക്കുന്നതിൽ. വെജിറ്റബിൾ ഗ്ലിസറിൻ 1 ടീസ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് 1 kgയുടെ ബേസാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 1 kgയുടെ ബേസിന് നമ്മൾ 1 ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സോപ്പ് കുറച്ചുകൂടി ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിൽസോ ഒക്കെ ചേർക്കാം. നമ്മളിവിടെ നാൽപ്പാമരത്തിൻ്റെ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു 3-4 യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇത് നന്നായി ക്ലെൻസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ ചാർക്കോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡീറ്റോക്സിഫൈ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ഓയിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പുറത്തേക്ക് ഷോപ്പുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കാം കേട്ടോ. പ്രിസർവേറ്റീവ്സ് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഷെൽഫ് ടൈം കൂടുതൽ കിട്ടും. അതുപോലെ കെമിക്കൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേനെ ബേസ് നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. ബേസ് നന്നായിട്ട് ഇതേനെ മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഇട്ട് ഇളക്കണ്ട. അപ്പോൾ നമ്മളുടെ അതിലേക്ക് ബബിൾസ് കയറി വരും. നമുക്കത് മെൽറ്റായതിന് ശേഷം നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കാം കേട്ടോ. അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്മെല്ലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സ്മെല്ലെന്ന് പറയുമ്പോൾ പലതും പല ഒരു ഡിഫറെൻ്റ് ആവും കേട്ടോ. നമ്മൾ ചിലത് നമുക്ക് കുറച്ച് ചേർത്താൽ മതി, മണന്നുണ്ടാവും. ഇല്ല, ചിലത് നമുക്ക് ചേർത്തിട്ട് കുറച്ചധികം ചേർക്കുന്ന വരും കേട്ടോ. മാക്സിമം ഒരു 25 ഗ്രാം മില്ലൊക്കെ ചേർത്താൽ തന്നെ നല്ല സ്മെല്ലാവും കേട്ടോ. ഒരുപാട് സ്മെല്ല് വേണ്ടവർക്ക് 100 ഗ്രാമിൻ്റെ മോൾഡിലേക്ക് നമ്മൾ 90 ഗ്രാമിൻ്റെ മോൾഡിലേക്ക് നമ്മൾ ബേസ് മാറ്റണുണ്ട് കേട്ടോ. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. 100 ഗ്രാമിൻ്റെ മോൾഡുണ്ടാവും 110 ഗ്രാമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതിൽ നിന്ന്. 90 ഗ്രാമിൻ്റെ മോൾഡിലാണെങ്കിലും നമ്മൾ നിറച്ചൊഴിക്കുമ്പോൾ നമുക്കൊരു 90, 95, 100 ഗ്രാമിൻ്റെ അടുത്തേക്കൊക്കെ നമുക്ക് സോപ്പ് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിന്. സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ചാർക്കോളിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. നറിഷ് ചെയ്യാനും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-4 ദിവസം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കണം നല്ലത്. അതുപോലെ തന്നെ സ്കിന്നിലത്തെ ഓയിൽ കണ്ടൻറ്റും അത് ആക്നെയൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ ചാർക്കോൾ സോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡീറ്റോക്സിഫൈങ് സോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കുന്നു കേട്ടോ. അത് അപ്പോഴത്തേനും നമ്മളുടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റാപ്പിംഗ് റോള് വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് മുറുക്കി നമ്മൾ റാപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപ്പിന് പതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് നമ്മൾ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളുടെ സോപ്പ് ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ നമ്പറും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ സോപ്പിൻ്റെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മളുടെ ഒന്ന് മെസ്സേജ് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.